നമസ്കാരം. നടി സജന നൂറ് മുൻ ബിഗ് ബോസ് താരം ദിയ സനയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുകൾ വൈറലായി മാറിയിരുന്നു. ദിയ സനയ്ക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്നും MDMA അടക്കം ഉപയോഗിക്കുന്നത് കണ്ടു എന്നുമാണ് സജന പറയുന്നത്. ഇപ്പോഴിതാ സജനയുടെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയയായ യൂട്യൂബർ ഷെഫീന ബീബി. ബോൺ ക്രിമിനലാണ് ദിയ സനയെന്നും അവർ ലഹരി മാഫിയയുടെ കണ്ണിയാണെന്നും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിവിക്കപ്പെടേണ്ട ആളാണ് ദിയെന്നും ഷെഫീന ബീബി പറയുന്നുണ്ട്. റസൂൽ പൂക്കുറ്റിയെ ഹണി ട്രാപ്പിൽ പെടുത്തുവാൻ എല്ലാവിധ നിർദ്ദേശങ്ങളും നടി സജന നൂറിന് നൽകിയത് അവരാണെന്നുമാണ് ഷെഫീന ബീബി പറയുന്നത്. പലവിധ ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സെലിബ്രിറ്റീസിനെ കണ്ടുപിടിച്ച് വിദേശത്ത് എത്തിച്ച് കെണിയിൽപ്പെടുത്തുന്ന ആളുകളിൽ പ്രധാനിയാണ് അവരെന്നും ഷെഫീന ബീബി പറയുന്നുണ്ട്. പലരുമൊന്നും തുറന്നു പറയാത്തത് അവർ ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ടാണെന്നാണ് ഷെഫീന ബീബി പുതിയ വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. റസൂൽ പൂക്കുറ്റി സജന വിഷയത്തിൽ 100% ഹണി ട്രാപ്പാണ്. പക്ഷേ അത് ചെയ്യുവാൻ സജനെ പറഞ്ഞു കൊടുത്തതും അത് ചെയ്യുവാൻ പഠിപ്പിച്ചതും എല്ലാം ദിയ സനയാണെന്നാണ് അവർ പറയുന്നത്. അത് പറയാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് സജന വളച്ചൊടിക്കുന്നു എന്നാണ് ഷെഫീന ബീബി പറയുന്നത്. റസൂൽ പൂക്കുറ്റിയെ വലയിലാക്കി ഗർഭം പറഞ്ഞു കൊടുത്തത് ജയിപ്പിച്ചതും അവളാണ്. സജനയ്ക്ക് അതിനുള്ള ആംബിയർ ഇല്ല. ഇപ്പോഴും അത് ഏൽക്കാൻ പറ്റുന്നുമില്ല അവൾക്ക്. റസൂൽ പൂക്കുറ്റിയുടെ സപ്പോർട്ട് ഇപ്പോഴും സജനയ്ക്ക് വേണം. അയാൾ കൊടുത്ത ബൂസ്റ്റപ്പിലാണ് ഇപ്പോൾ വന്നിരുന്ന് തകർക്കുന്നത്. റസൂൽ പൂക്കുറ്റിയെ ഇവരെല്ലാം ചേർന്ന് ക്യാൻവാസ് ചെയ്യുകയായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി റസൂൽ പൂക്കുറ്റിയുടെ വിഷയത്തിലേക്ക് വന്നാൽ അയാൾ പക്ക ഫ്രോഡാണെന്നും അവർ പറയുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുമെന്നും ഷെഫീന ബീബി പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യങ്ങളെല്ലാം അന്ന് മനസ്സിലാകുമെന്നും ഷെഫീന പറയുന്നുണ്ട്. ദിയ സനയും സംഘവും സോഷ്യൽ ഈവിൾസ് ആണ്. ഡ്രഗ് മാഫിയയുടെ ആൾക്കാരാണ് ഇവർ. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും. അവർക്ക് എതിരെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെയെല്ലാം ഭ്രമിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ടീമാണ് ഇവര്. ഇതിലേക്ക് ഇത്തരം സെലിബ്രിറ്റികളെ കൊണ്ട് എത്തിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യം മുതലെടുത്താണ്. പ്രശ്നങ്ങളുള്ള ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന സെലിബ്രിറ്റികളെ ചൂസ് ചെയ്യും. അവരെ കൊണ്ടുപോകും, ശേഷം കൂട്ടിക്കൊടുക്കും. ഒപ്പം ഡ്രഗ് മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതൊക്കെ ചെയ്തിട്ട് അവർ സിമ്പിളായി പറയുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന്. ദിയ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ പെൺവാണിഭ സംഘത്തിലെ ആളാണ് എന്നതാണ്. എന്നാൽ നീ കൊണ്ടുപോയി വിറ്റ സജന ഇപ്പോൾ വന്നിരുന്ന അനുഭവങ്ങൾ പറയുകയാണ്. അതുപോലെ അവളുടെ വീട്ടിൽ പോയി ഇരുന്ന് അവൾ ഉപയോഗിച്ച ലഹരിയുടെ തെളിവും ഉൾപ്പെടെയാണ് സജന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പറയുക മാത്രമല്ല, വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാകാൻ അവൾ ചലഞ്ചും ചെയ്യുന്നുണ്ട്. ഇനി നീ തെളിയിക്ക്. 18 വയസ്സുള്ള ദിയയുടെ മകന്റെ ബോഡി ചെക്ക് ചെയ്താൽ തന്നെ ദിയ എന്ന അമ്മ എങ്ങനെയുള്ളവളാണെന്ന് ലോകം മനസ്സിലാക്കുമെന്നും ഷെഫീന ബീബി പറയുന്നുണ്ട്. ഈ സ്ത്രീ ഒരു സോഷ്യൽ ഈവിളാണെന്നും ബിഗ് ബോസ് ടീമിന് ഇടയിൽ ദിയയ്ക്ക് വലിയ പിടിപാട് ഉണ്ടെന്നും ഷെഫീന ബീബി പറയുന്നു. അവിടെ നിന്നാണ് അവൾ ആളുകളെ കൊണ്ടുവരുന്നത്. ജാസ്മിൻ ജാഫറിന്റെ അവസ്ഥയ്ക്ക് ആദ്യ കാരണം അവളാണ്. അത്രയും ഇന്നസെന്റ് ആയ കുട്ടിയായിരുന്നു ജാസ്മിൻ. ജാസ്മിന്റെ ഈ മാഫിയയിലേക്ക് കൊണ്ട് എത്തിച്ചത് അവളാണെന്നും അത് ആരും തുറന്നു പറയില്ല. കാരണം എല്ലാവരുടെയും സാധനം അവളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും എന്ന് ഷെഫീന ബീബി പറയുന്നു. കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് ദിയ സനയ്ക്ക് എതിരെ സജന നൂറ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. തന്റെ വീട്ടിൽ തന്റെ കൺമുന്നിൽ വെച്ച് അവൾ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചു എന്നാണ് സജന വെളിപ്പെടുത്തിയത്. അതുപോലെ തന്നെ സജന ഇത്രയും പ്രശ്നങ്ങൾ ചെന്ന് ചാടാനുള്ള കാരണം അവരെ ഉപയോഗിച്ച് കാശുണ്ടാക്കിയ ഫിറോസ് തന്നെയാണെന്നും ഷെഫീന ബീബി പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫിറോസിനോട് എതിർപ്പുണ്ട്. സജന മുന്നോട്ട് വെച്ചത് വലിയൊരു വിഷയമാണ്. ഇതിനെ മുക്കാൻ വേണ്ടി ഭാവിയിൽ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയും ചിലർ ഫിറോസിനെ വെച്ച് സജനയെ ഇല്ലാതാക്കി. അപ്പോഴും സജന തെറ്റുകാരി അല്ലെന്ന് എനിക്ക് അഭിപ്രായമില്ലെന്നും ഷെഫീന ബീബി പറയുന്നു. ഒരു പെണ്ണിനെ കൊണ്ടു നടന്ന് വിറ്റിട്ട് പിന്നീട് അവൾ അവളുടെ ഇഷ്ടത്തിന് പോയെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നും ഷെഫീന ബീബി പറയുന്നുണ്ട്. കസ്റ്റമറെ കണ്ടെത്തി അവളെ അവർക്ക് കാഴ്ചവെച്ച് പണവും വാങ്ങിയിട്ട് അവൾ പിഴയാണെന്ന് പറയുന്നത് വ്യക്തിത്വമല്ലെന്നും അതുകൊണ്ടാണ് ഫിറോസിനെ ഞാൻ അനുകൂലിക്കാത്തതെന്നും ഷെഫീന ബീബി പറയുന്നു. ഗാർഹിക പീഡനം സജന അനുഭവിച്ചിട്ടുണ്ട്. ഫിറോസ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് പറയാത്തതാണെന്നും അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ മൂലം പിടിക്കപ്പെടേണ്ട വ്യക്തിയാണ് ദിയ സനയെന്നും ഷെഫീന ബീബി തുറന്നു പറയുന്നുണ്ട്. അവർ ഒരു ബോൺ ക്രിമിനലാണ്.
LGBTQ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർക്കിടയിൽ ലഹരി വിതരണം ചെയ്ത് അവരെ കൊണ്ട് സർവത്ര വൃത്തികേടും ചെയ്യിപ്പിക്കുന്നത് അവളാണെന്നും അതിന്റെ തെളിവാണ് സജന പുറത്തുവിട്ടതെന്നും ഷെഫീന ബീബി പറയുന്നു. സജനയുടെ ക്യാരക്ടർ വിലയിരുത്തുന്നതിന് പകരം അവൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ സത്യം മനസ്സിലാകും. സജന ഒരു ഇരയാണെന്നും ഷെഫീന ബീബി പറയുന്നുണ്ട്. പലരും ചോദിച്ചൊരു ചോദ്യമാണ് ദിയ സനയുടെ വരുമാന മാർഗം എന്താണ് എന്നത്. അവൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടോ എന്നതും അവർ ചോദിച്ചിരുന്നു. അവളുടെ ജോലി ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് സജന പറയുന്നത്. സജനയ്ക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്. സ്ത്രീകളെ ഇത്തരം മാഫിയകൾക്ക് കൊണ്ടുപോയി ഇട്ടുകൊടുക്കുന്ന പ്രധാന കണ്ണിയാണ് അവളും ജാസിയും എല്ലാം. അവരെല്ലാവരും ഏജന്റ്സ് ആണ്. അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കണം. സിയ പവലിന്റെ പ്രോഗ്രാമിന് പോയപ്പോൾ അവർ സിഗരറ്റ് വലിച്ചുവിടുന്നത് ഞാൻ കണ്ടതാണെന്നും സിഗരറ്റിനുള്ളിൽ അതുണ്ടെന്ന് പിന്നീട് മനസ്സിലായെന്നും ഷെഫീന ബീബി പറയുന്നുണ്ട്. അവർ ഏജന്റാണ്. എല്ലാ ഫ്രോഡുകളും ശാസ്തമംഗലത്തുണ്ട്. കവടിയാർ ബേസ് ചെയ്താണ് എല്ലാ ഫ്രോഡുകളും വീട് എടുത്ത് വെച്ചിരിക്കുന്നത്. കവടിയാർ ഒരു ഹോസ്റ്റലുണ്ട്. അതിന്റെ വാർഡൻ ഉൾപ്പെടെ ലഹരി വിൽപ്പന മാഫിയയുടെ ഭാഗമാണെന്നും ഷെഫീന ബീബി വെളിപ്പെടുത്തുന്നുണ്ട്. തെറിവിളിയുടെ ആശാത്തിയാണ് ദിയ സനയെന്നും അവരുടെ എല്ലാ സ്വഭാവവും എനിക്ക് അറിയാമെന്നും ഷെഫീന ബീബി പറയുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മാത്രം ഞാൻ സജനയുടെ ഭാഗത്ത് നിൽക്കുന്നത് എന്നും ഷെഫീന പറയുന്നുണ്ട്. തന്റെയും റസൂൽ പൂക്കുറ്റിയുടെയും ഓഡിയോ കോള് ഫിറോസിന് കൈമാറിയത് അവളാണെന്നും സജന പറയുന്നു. മുൻ ബിഗ് ബോസ് താരം മാത്രമല്ല, ആക്ടിവിസ്റ്റ് കൂടിയാണ് ദിയ. ലഹരിക്ക് എതിരെ മുദ്രാവാക്യം വരെ വിളിച്ചിട്ടുള്ള താൻ എങ്ങനെ ലഹരി മാഫിയയുടെ ഭാഗമാകുമെന്നാണ് സജനയുടെ അഭിമുഖം വൈറലായതിൽ പ്രതികരിച്ച് ദിയ സന ചോദിച്ചത്.